അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് നോക്കുന്നത് 3-ാം ക്ലാസ്സിലെ അഖീദയിലെ 4-ാം പാഠമായ അൽ ഫുർഖാനുൽ അളീം എന്ന പാഠമാണ്. ഞാനെടുക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനെടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അത് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും. പാഠത്തിലേക്ക് കടക്കാം. അൽ ഫുർഖാനുൽ അളീം അല്ലാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആൻ ആകുന്നു. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. 23 വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും മാർഗനിർദ്ദേശമാണത്. മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതയ്ക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ്. അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല തിരുത്തങ്ങളും നടത്തി. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു. ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. നിയമാനുസരണമല്ലാതെ അതിനെ ഓതാനും പാടില്ല. നാം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി തദ്രീബാത്തിലേക്ക് കടക്കാം. 1. ഉത്തരം എഴുതാം. 1. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏത്? ഉത്തരം പരിശുദ്ധ ഖുർആൻ. 2. ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട്? ഉത്തരം 23 വർഷം കൊണ്ട്. 3. ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ഉത്തരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും മാർഗനിർദ്ദേശമാണത്. 4. ഖുർആനിനോട് കാണിക്കേണ്ട 4 അദബുകൾ. ഉത്തരം ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. അടുത്തത് പൂരിപ്പിച്ച് സാരം എഴുതാം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇതിൻ്റെ ആശയം: നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. നാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.